ഒരു രാത്രിയിൽ വയോധികയായ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ജനാലയിലൂടെ നോക്കിയപ്പോൾ നമ്മുടെ ഗ്യാരേജിൻ്റെ ലൈറ്റ് അണച്ചിട്ടില്ല, നിങ്ങൾ പോയി അത് അണച്ചിട്ട് വരൂ. ആ മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ലൈറ്റ് അണയ്ക്കാൻ ശ്രമിച്ചപ്പോൾ തങ്ങളുടെ ഗ്യാരേജിൽ 5-6 കള്ളന്മാർ പൂട്ട് പൊളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വൃദ്ധൻ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഈ വിവരം പറഞ്ഞ് തങ്ങളുടെ മേൽവിലാസം പറഞ്ഞതിന് ശേഷം എത്രയും വേഗം ഏതാനും പോലീസുകാരെ അങ്ങോട്ടേക്ക് അയക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ മറുതലയ്ക്കൽ നിന്നുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, പോലീസുകാരെല്ലാം മറ്റു ജോലി തിരക്കുകളിലാണ്, അങ്ങോട്ടേക്ക് അയക്കാനായി ഇപ്പോൾ ഇവിടെ ആർക്കും ഒഴിവില്ല, അതുകൊണ്ട് പോലീസുകാർക്ക് ഒഴിവ് വരുന്ന ക്രമമനുസരിച്ച് അവരെ അങ്ങോട്ടേക്ക് അയക്കാം എന്നായിരുന്നു. ഈ മറുപടി കേട്ട് അവർ വളരെ നിരാശയിലായി. എന്നാൽ ആ സമയത്തും കള്ളന്മാർ ഗ്യാരേജിന്റെ പൂട്ട് തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് വൃദ്ധൻ ഒരിക്കൽ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച്, ഇനി പോലീസുകാരെ അയക്കേണ്ട ആവശ്യമില്ല, അവരെ 5 പേരെയും ഞാൻ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞു. ഇത് കേട്ട് മറുതലയ്ക്കൽ പരിഭ്രാന്തിയുണ്ടായി. 5 മിനിറ്റിനകം ആ വൃദ്ധന്റെ വീട്ടിലേക്ക് ഒരു സംഘം പോലീസുകാർ പാഞ്ഞെത്തി. അവരോടൊപ്പം ഹെലികോപ്റ്ററും മെഡിക്കൽ സംഘവും, അതിൽ 3 ഡോക്ടർമാരും 2 ആംബുലൻസും ഒക്കെ ഉണ്ടായിരുന്നു. പോലീസുകാർ എത്തിയ ഉടനെ അവിടെയുണ്ടായിരുന്ന കള്ളന്മാരെ കീഴ്പ്പെടുത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പോലീസുകാരിലെ പ്രധാന ഉദ്യോഗസ്ഥൻ വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ ആ കള്ളന്മാരെ വെടിവെച്ച് വീഴ്ത്തി എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഞങ്ങളിപ്പോൾ അവരെ ജീവനോടെയാണല്ലോ ഇവിടുന്ന് പിടിയിലാക്കിയത്. വൃദ്ധന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവിടെ എല്ലാ പോലീസുകാരും തിരക്കിലാണ്, ഇങ്ങോട്ട് വരാൻ സൗകര്യപ്പെടില്ല എന്നല്ലേ പറഞ്ഞത്. ആവശ്യക്കാരന് ഔചിത്യമില്ല.